ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഇൻ മൈ ലൈഫ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോയുടെ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ ഫാം വിസിറ്റ് ചെയ്തായിരുന്നല്ലോ, ജസ്ര ഫാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ കണ്ട വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഉള്ളിയായിരുന്നു കേട്ടോ. സവാള ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഇഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ കുറേ തക്കാളികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഡ്രോപ്പ് ആയിട്ടുള്ളൊരു ഇറിഗേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇത് മൊത്തം ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റൂം എന്നല്ല, ഒരു ഷെയ്ഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഫുൾ ഗ്രീൻ നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിട്ടില്ല, ഉണ്ടാവാറായിട്ടുണ്ട്. ലീഫൊക്കെ നല്ലപോലെ ഫോം ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ ക്യാബേജാണോ കോളിഫ്ലവർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ക്ലിയർ ആയിട്ടില്ല, ബിക്കോസ് അത് ക്യാബേജാന്ന് തോന്നുന്നു. ലീവ്സ് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇത് കുറേ സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ബ്രൈറ്റ് കളറുള്ള സൺഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു വഴിയിൽ ഫുള്ള്. പിന്നെ ഇത് നമ്മളിപ്പോൾ കാണുന്നത് തേനീച്ചയുടെ ഹണിക്കോമ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ, പക്ഷേ ആദ്യം ഞങ്ങളവിടെ പോയി, പിന്നെ പേടിയായി തേനീച്ച ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ആ സൈഡിലേക്ക് തന്നെ ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല, ഓപ്പൺ ഏരിയ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അതിലേ ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലെ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നോ ഫെർട്ടിലൈസേഴ്സ്, നോ പെസ്റ്റിസൈഡ്സ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓർഗാനിക് ഫാം തന്നെയാണ്. അതങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പാവയ്ക്ക ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മല്ലിയിലയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആനിമൽസ് ഉണ്ട്, പെറ്റ് ആനിമൽസ് തന്നെയാണ്, നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് കേട്ടോ. അതുണ്ടായിരുന്നു. അപ്പോൾ അത് താറാവ്, ആട്, പിന്നെ ആ ഒരു കുഞ്ഞ് ആടും കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഈ ഹണിയുടെ അവിടെ എന്താണെന്ന് നോക്കാം, മോൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ പോയപ്പോൾ വേറെ ഒന്നുമില്ല, ഇങ്ങനെ കൂടുകൾ, തേനീച്ചയുടെ കൂടുകൾ എവിടുന്നോ ഇവിടെ വെച്ചതാണോ ഇനി കൊടുന്ന് വെച്ചതാണോ എന്നറിയില്ല. പിന്നെ സ്റ്റീലിൻ്റെ ജഗ്ഗൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, ഇപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രസവിച്ചിട്ടുള്ളത് കുഞ്ഞാട്, ഒരു കുഞ്ഞു ബേബിയാട് പ്രസവിച്ച കുഞ്ഞാട് ആടുമുട്ടി. അത് ആര് ഇത് കൊടുക്കുന്നത്? വരുന്ന താടിയുള്ള ഒരാട്, താടി വെച്ചൊരാട്. ഇത് മുഴുവനും തക്കാളിയാണ് കേട്ടോ, തക്കാളി ചെടികൾ. ഈ പ്രായത്തിൽ തക്കാളി നമ്മുടെ ഫ്ലാറ്റിൽ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇലകളൊക്കെ ആയിട്ട് ഇത് ഏകദേശം ഇത്ര തന്നെ ആയിട്ടുള്ളൂ. കുഞ്ഞാനെ കറിക്ക് കൊണ്ടുവന്നപ്പോൾ തക്കാളി നല്ലപോലെ പഴുത്താണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ അത് മുളച്ചപ്പോൾ അത് തൈയായിട്ടുണ്ട്. ഇനി നമുക്ക് കായും പൂവൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഷെയ്ഡുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ പെട്ടെന്ന് നമുക്ക് കണ്ട ആ ചെടികളൊന്നും അറിയണില്ല. അപ്പോൾ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഒരു ആഡിഷൻ എഴുതിയിട്ടുണ്ട്. ഏകദേശം ക്യാരറ്റിൻ്റെ ഒക്കെ ഇല പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇത് സ്പ്രിങ് അനിയൻസ് ആണ്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാവയ്ക്ക വാങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വറുത്താലും ഇഷ്ടമാണ്, തോരൻ വെച്ചാലും ഇഷ്ടമാണ്. വീട്ടിലങ്ങനെ ആർക്കും പപ്പയ്ക്കായാലും അപ്പയ്ക്കായാലും മക്കൾക്കായാലും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ എന്നാലും ഞാൻ കുറച്ചെടുത്ത് വറുത്തു കേട്ടോ. വറുത്ത് കഴിഞ്ഞ് പിള്ളേർ 1-2 കഴിക്കും. പിന്നെ ഞാൻ കുറച്ചെടുത്ത് തോരൻ വെച്ചു. തോരൻ വയ്ക്കാനായിട്ട് ഞാൻ വെള്ളം ഒഴിക്കാണ്ട് ആദ്യം തന്നെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അപ്പോൾ പാവയ്ക്ക് വറുത്തത് അപ്പോൾ തന്നെ ഞാൻ പാത്രത്തിൽ മാറ്റി. അതേ എണ്ണയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി. അപ്പോൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മാക്സിമം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ഒരു 2 ടിഷ്യൂ പേപ്പർ അതിലിട്ട് വെക്കുക കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ ആ അബ്സോർവ് ചെയ്യും, ആ ഉപ്പും അതുപോലെ തന്നെ കയ്പ്പൊക്കെ ടിഷ്യൂ പേപ്പറിൽ കുറേയൊക്കെ പോവും. എന്നിട്ട് പിന്നെ നല്ലപോലെ ടിഷ്യൂ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ സവാള വാട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ചെറുതാക്കി സവാള വാട്ടി. പിന്നെ ആവശ്യത്തിന് പൊടികളായിട്ട് ഞാൻ മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ പാവയ്ക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈ സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലായവർ അതെന്താണ് ആഡ് ചെയ്ത സാധനം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക എന്താണ് ആഡ് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളികേരം വേണമല്ലോ. നാളികേരമൊക്കെ ഇട്ട് നമ്മുടെ തോരൻ റെഡിയായി. പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡേ ഉച്ചയോടുകൂടി ഫാമൊക്കെ കണ്ടു വന്നു. പിന്നെ നമ്മളിഞ്ഞ് പള്ളിയിൽ പോയിട്ടാണ് ഈ വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഭയങ്കര പെടച്ചിലാണ്, ബിക്കോസ് ഓൾറെഡി ലേറ്റായി. ഇനിയിപ്പോൾ നാളെ രാവിലെ എനിക്ക് സ്കൂളുണ്ട്, മക്കൾക്ക് ഓഫാണ് സാറ്റർഡേ.
അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മീൻ വെച്ചു. അപ്പോൾ മീൻ ഇന്ന് വെച്ചാൽ ഇന്നേക്കും നാളേക്കും ആയി. പിന്നെ വറുക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നേക്ക് വറുക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ നാളേക്കുള്ളത് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ഒരു ഏകദേശം 2 മണിയൊക്കെ കഴിയും കേട്ടോ. നാളെ ഉച്ചയ്ക്ക് 2 മണി 2:30 2:15 ആവും. പക്ഷേ ഹസ്ബൻഡ് കുറച്ചുകൂടി വേഗം എത്തും. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ അത് പുറത്തെടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോഴേക്കും ഹസ്ബൻഡ് വരുമ്പോഴേക്കും അതൊന്ന് ഫ്രീസിങ് മാറി കഴിഞ്ഞ് നമുക്ക് വറുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരുവിധം കട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ്ങും അതുപോലെ അറേഞ്ചിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ കഴിയുകയാണെങ്കിൽ നമ്മുടെ പണി കുക്കിങ് കഴിയുന്നതോട് കൂടിയിട്ട് അടുക്കളയിൽ എല്ലാ പണിയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഉപ്പ് അതൊക്കെ ഞാൻ ജസ്റ്റ് നല്ലപോലെ ഒന്ന് തുടച്ച് എണ്ണയൊക്കെ തുടച്ച് അതുപോലെ തന്നെ കയറ്റി വെച്ചു. പിന്നെ മീനൊക്കെ നന്നാക്കിയതല്ല, അപ്പോൾ കത്തി പിന്നെ ഞാൻ പിടിച്ച ലൈറ്റർ അതിനൊക്കെ ഒരു സ്മെല്ലുണ്ടാവും. എനിക്ക് മീനിൻ്റെ സ്മെല്ല് കാര്യം മീൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ലിക്വിഡൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് ടിഷ്യൂ കൊണ്ട് തുടച്ച് അങ്ങനെ അവിടെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഉച്ചയ്ക്കൊക്കെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടു കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു കിച്ചണിൽ ഹാൻഡ് ക്രീം വയ്ക്കാറുണ്ട്. ഹാൻഡ് ക്രീമൊക്കെ തേച്ച് അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകുമ്പോൾ ഒരു കുളി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ മീനൊക്കെ നന്നാക്കി, കാരണം സാധാരണ വെള്ളിയാഴ്ച പകൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കറികൾ. ഇന്നിപ്പോൾ പുറത്ത് പോയി വന്നതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം വെച്ചത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അപ്പം തന്നെ നേരം വിളിച്ചിട്ടോ, ലേറ്റായിട്ടാണ് ഇവിടെ കിടന്നത്. അങ്ങനെ ഞാൻ രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇഡ്ഡലി ഉണ്ടായി വെന്ത് വരുമ്പോഴത്തേക്കും സമയം എടുക്കണോണ്ട് ഞാൻ വേഗം ഇഡ്ഡലി ഒരു സൈഡിൽ വെച്ച് ഒരു സൈഡിൽ ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ചട്നി ഇന്നലെ അരച്ച് വെച്ചത് ഫ്രീസിങ് മാറിയിട്ടില്ല, തണുപ്പുണ്ടായിരുന്നു. ഫ്രീസറിലല്ല വെച്ചെന്നാലും താഴെ ആയാലും നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലത്തെ രാവിലത്തെ തക്കാളി ചട്നി കുറച്ചെടുത്ത് ഒരു ദോശയും കഴിച്ച് ഒരു ദോശ ഞാൻ പാക്ക് ചെയ്ത് അങ്ങനെ സ്കൂളിൽ പോയി. അങ്ങനെ സ്കൂളിലൊക്കെ പോയി നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ച് വരുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ വരുമ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ട്രാഫിക് ബ്ലോക്ക് അധികം ഇല്ല. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ വണ്ടി പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ശരിക്കും ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണോണ്ടാണ് ക്ലിയർ ആവാത്തത്. നല്ല മഴക്കാറുണ്ട്, ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.